ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സിമ്പിൾ വേസിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നത് നമ്മൾക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കുന്നത് പേഴ്സണൽ പ്രൊനൗൺ. അതിൽ 4 ടൈപ്സ് ആണ്. ഒന്ന് സബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയും, അതായത് ഐ, യു, ദേ, വി, ഹി, ഷി, ഇറ്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, അതായത് മീ, അസ്, യു, ദം, ഹിം, ഹർ, ഇറ്റ് എന്നതാണ്. ഇതിന് ഓബ്ജക്റ്റ് പ്രൊനൗൺ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് വരുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്, അതായത് മൈ, ആർ, യോർ, ദെയർ, ഹിസ്, ഹർ, ഇറ്റ്സ്. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പൊസസീവ് പ്രൊനൗൺ ആണ്, അതായത് എൻ്റേത്, നിൻ്റേത് എന്നൊക്കെ നമ്മൾ പറയുക. മൈൻ, ആഴ്സ്, യോഴ്സ്, തേഴ്സ്, ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, എറ്റ്സെട്ര. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയുന്നതാണ്. ഈസ്, ആം, ആർ എന്ന ബി ഫോം. അതിൽ ഐ ആം ഞാനാണ്, യു ആർ, വി ആർ, they are, he is, she is and it is അതാണ് എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐയുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ബി ഫോം എന്ന് പറയുന്നത് എപ്പോഴും ആം മാത്രമായിരിക്കും. ഐയുടെ കൂട്ടത്തിൽ വേറെ ബി ഫോം നമ്മൾ ചേർക്കയില്ല. അതുപോലെ തന്നെ യു, ദേ, വി എന്നത് പ്ലൂറൽ ഫോം ആയതുകൊണ്ട് നമ്മൾ ആർ ഉപയോഗിക്കും. ഹി, ഷി, ഇറ്റ് എന്നത് സിംഗുലർ ഫോം ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അടുത്തത് വാസ്, വേർ. ഇത് ആയിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബി ഫോം ഉപയോഗിക്കുക. ആയിരുന്നു, ഐ വാസ്, യു വേർ, ദേ വേർ, വി വേർ, ഹി വാസ്, ഷി വാസ് ആൻഡ് ഇറ്റ് വാസ്. ഇതിൽ പ്ലൂറൽ ഫോമിന് നമ്മൾ വേർ എന്ന ബി ഫോമും സിംഗുലറിന് വാസുമായിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്തത് വിൽ ബി, അതായത് ആകും. ഐ വിൽ ബി, യു വിൽ ബി, ദേ വിൽ ബി, വി വിൽ ബി, ഹി വിൽ ബി, ഷീ വിൽ ബി ആൻഡ് ഇറ്റ് വിൽ ബി എന്നാണ് നമ്മുടെ ആകും എന്ന ബി ഫോം ഉപയോഗിക്കുക. അടുത്ത നമുക്ക് സെൻറ്റൻസിലൂടെ ചെറിയ വാക്യങ്ങൾ പഠിക്കാം. യൂസ് ഓഫ് ആം, ഈസ്, ആർ, ആണ്, ആകുന്നു ഇവയെ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്ന് നോക്കാം. ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു ടീച്ചർ ആണ്. ഐ ആം, ഞാൻ ആണ്. രണ്ടാമത്തേത് യു ആർ എ ഗുഡ് പേഴ്സൺ, നിങ്ങളൊരു നല്ല വ്യക്തിയാണ്. യു ആർ, നീ ആണ്. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരാണ്. നമ്മൾ ആണ്, വി ആർ. ദേ ആർ യുവർ ന്യൂ ഫ്രണ്ട്സ്, അവർ നിങ്ങളുടെ പുതിയ കൂട്ടുകാരാണ്. ദേ ആർ, അവർ ആണ്. അടുത്തത് ഹി ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആണ്. ഹി ഈസ്, അവൻ ആണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരിയാണ്. അവൾ ആണ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് മൈൻ, അത് എൻ്റേതാണ്. ഇറ്റ് ഈസ്, അത് ആണ്. അടുത്തത് വാസും വേഴും, അതായത് ആയിരുന്നു എന്നതിന് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിലൂടെ നോക്കുക എന്ന് കാണാം. ഒന്നാമത് ഐ വാസ് എ ടീച്ചർ, ഐ വാസ്, ഞാൻ ആയിരുന്നു, ഒരു ടീച്ചർ ആയിരുന്നു. യു വേർ എ ഗുഡ് ബോയ്, നീ അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കരായിരുന്നു, നീ ഒരു മിടുക്കനായിരുന്നു. ഓക്കെ. ദേ വേർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർ എൻ്റെ നല്ല കൂട്ടുകാരായിരുന്നു. അവർ ആയിരുന്നു. ദേ വേർ. വി വേർ ക്ലാസ്മേറ്റ്സ്, ഞങ്ങൾ സഹപാഠികളായിരുന്നു. വി വേർ, ഞങ്ങൾ ആയിരുന്നു. അടുത്തത് ഹി വാസ് എ ലീഡർ, അവൻ ഒരു ലീഡർ ആയിരുന്നു. ഹി വാസ്, അവൻ ആയിരുന്നു. ഹി എന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് എന്ന ബി ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക.
ഇവ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹി വാസ് എ ലീഡർ. അവനൊരു ലീഡറായിരുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഷീ വാസ് എ ഗുഡ് സിംഗർ. അവൾ ഒരു നല്ല പാട്ടുകാരി ആയിരുന്നു. അവൾ ആയിരുന്നു. ഇറ്റ് വാസ് എ ട്രൂത്ത്. അതൊരു സത്യമായിരുന്നു. അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.